ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെയും വൈകുന്നേരത്തെ വീഡിയോ കേട്ടോ. വൈകുന്നേരം കുറച്ച് നത്തോലി മീൻ കിട്ടി. ഞങ്ങളിവിടെ ചൂട എന്ന് പറയും, പൊടിമീൻ എന്ന് പറയും. അപ്പോൾ ചൂടമീൻ എടുക്കുന്ന സമയത്ത് ശീലാവ് എന്ന് പറയുന്ന മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു 2 മീനോട് ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ ശീലാവും ഉണ്ട്, 2 ശീലാവും, ബാക്കി ചൂടമീനാണ് കേട്ടോ. അപ്പം ചൂടമീൻ ഇങ്ങനെ തേങ്ങയിട്ട് പറ്റിച്ച് വെക്കും. നമ്മുടെ തോരൻ എന്ന് പറയും, ചാറ് വെച്ചാൽ വെക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ ചൂടമീനെ എന്താ പറയുക, മസാലയൊക്കെ പുരട്ടി വറക്കാനിടാൻ പോകാം കേട്ടോ. വറക്കാനിടുന്നത് ഇങ്ങനെ ഞാൻ നമ്മുടെ ദോശക്കല്ലിലോട്ട് എണ്ണ ഒഴിച്ച് അതിനകത്ത് അല്പം ഉപ്പും കൂടി ഇടും, ഇടല് വരാനാണ്. അപ്പോൾ ഉപ്പ് ഇട്ടിട്ടാണ് അത് വറക്കാനിടുന്നത്. പിന്നെ നമ്മുടെ ശീലാവിന് ചീനച്ചട്ടിക്കകത്താണ് ഞാൻ വറക്കാനിട്ടത്. ചൂടമീനെ ദോശക്കല്ലിലുമാണ്. അങ്ങനെ ചൂടമീൻ ഓരോന്നായിട്ട് ഞാൻ നിരത്തി വെച്ചിട്ടോ. അപ്പോൾ ഒരുപാട് ഇഷ്ടം കേട്ടോ. നമ്മുടെ അരിപ്പൊടിയൊക്കെ ഇട്ട് പുരട്ടിയാണ് ഇതിപ്പോൾ ഞാൻ വറക്കുന്നത്. നേരത്തെ അരിപ്പൊടിയൊന്നും പുരട്ടത്തില്ലായിരുന്നു, മുളക് പൊടിയൊക്കെ മാത്രമേ പുരട്ടത്തുള്ളായിരുന്നു. ഇപ്പോൾ അരിപ്പൊടിയൊക്കെ ഇട്ട് പുരട്ടി എല്ലാം യൂട്യൂബിൽ നിന്നാണ് എല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതെല്ലാം വറക്കാനിട്ടു. ശീലാവ് ഏകദേശം ഒരു സൈഡ് മുരിഞ്ഞ അപ്പം തിരിച്ചിട്ട് നമ്മുടെ ചൂടമീൻ അതിൻ്റെ കൂടെ നോക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള എൻ്റെ ചൂടമീൻ അടയിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് രാവിലത്തെ തീയലുണ്ടായിരുന്നു, പാവയ്ക്ക തീയൽ. പിന്നെ ഇതിനിടയിൽ കൂടെ എൻ്റെ മോള് ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം ഓറഞ്ചിൻ്റെ ക്രീം ബിസ്ക്കറ്റ്, നടുക്ക് ഓറഞ്ചിൻ്റെ ക്രീമുള്ള ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ക്രീം ബിസ്ക്കറ്റ്. അപ്പം അതിൻ്റെ ബാലൻസ് പൊടിയായിരുന്നു കേട്ടോ, അത് ഞാനങ്ങ് തിന്നു. പിന്നെ നമ്മുടെ ചൂടുണ്ടാക്കുന്ന സെറ്റപ്പായിട്ട് 2ാമത്തെ സെറ്റും ഞാൻ വറക്കാനിട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ വൈകുന്നേരം രാത്രിയിലത്തെ പരിപാടികളാണ് ഈ ചൂട വറക്കാനിടുന്നതും ഒക്കെ, മീൻ വറക്കുന്നതൊക്കെ. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളാണ് ഇവിടെ എന്താ പറയുക മീൻ മേടിക്കുന്നത്. പിന്നെ വൈകിട്ടത്തേക്കുള്ള വെള്ളം ചൂടാക്കി രാവിലെ തിളപ്പിച്ചിട്ട് ചൂടാക്കി വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ഇതുവരെ കാണിക്കാൻ മടിച്ചുകൊണ്ട് നമ്മുടെ അടുക്കള കേട്ടോ. നമ്മുടെ അടുക്കള ഈ ഒരു സെറ്റപ്പിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ വർക്കൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. പണ്ട് പുരാതന കാലത്ത് വെച്ച വീടാണ്, ഇതുവരെ വർക്കൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഇതിലാണ് നമ്മുടെ അടുക്കള ഇപ്പം കാണുന്നത്. ഞാൻ അങ്ങനെ അധികം വീഡിയോസ് അടുക്കളയിൽ നിന്ന് എടുക്കാറില്ല. അടുപ്പിലായിരുന്നു പാചകം ചെയ്യുന്നത്. ഈ ഇടയ്ക്ക് നമുക്ക് സ്റ്റൗ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പം ചൂടെല്ലാം സെറ്റായി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വേണ്ടി നമുക്ക് കാണാം.